ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദിന് കുരുക്ക് മുറുകുകയാണ്. ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതിയിൽ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഹോട്ടലിൽ ഇരുവരും ഒരേ സമയം ഉണ്ടായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. മുൻ MLA കൂടിയായ പി ടി കുഞ്ഞുമുഹമ്മദിനെ ഉടൻ ചോദ്യം ചെയ്യും. അതേസമയം നവംബർ 27-ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ വൈകിയെന്നാണ് ആക്ഷേപം. നോക്കാം RD എക്സ്ട്രാ. തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ മലയാളം ചിത്രങ്ങൾ തെരഞ്ഞെടുക്കുന്ന സ്ക്രീനിങ്ങിനെത്തിയ തന്നെ സംവിധായകൻ അപമാനിച്ചെന്നാണ് ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതി. കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന പി ടി കുഞ്ഞുമുഹമ്മദ് ചലച്ചിത്ര അക്കാദമിയുടെ അതിഥികളായി എത്തിയ സംവിധായകനും പരാതിക്കാരിയും നഗരത്തിലെ ഹോട്ടലിലാണ് താമസിച്ചത്. ഹോട്ടൽ മുറിയിൽ വെച്ച് സമ്മതമില്ലാതെ ശരീരത്തിൽ കടന്നുപിടിച്ചെന്നും അപമാനിച്ചെന്നുമാണ് യുവതിയുടെ പരാതി. ഹോട്ടലിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പരാതിയിൽ സൂചിപ്പിക്കുന്ന സമയം ഇരുവരും ഹോട്ടലിൽ ഉണ്ടായിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു. ഭാരതീയ ന്യായ സംഹിതയിലെ 74-75 വകുപ്പുകളാണ് കുഞ്ഞുമുഹമ്മദിനെതിരെ ചുമത്തിയിട്ടുള്ളത്. സ്ത്രീകൾക്കെതിരായി ശാരീരികാക്രമണം, ലൈംഗിക ഉദ്ദേശത്തോടെയുള്ള ശാരീരിക സമ്പർക്കം, ലൈംഗിക പരാമർശം എന്നിവയ്ക്കെതിരെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. 1 മുതൽ 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണിത്. അതേസമയം ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ കേസെടുക്കുന്നതിൽ കാലതാമസമുണ്ടായെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. നവംബർ 27-ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി നൽകിയെങ്കിലും തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ മുഖാന്തരം ഡിസംബർ 2-ന് ലഭിച്ച പരാതിയിലാണ് കേസെടുത്തത്. RDX റാപ്പ് ന്യൂസ് മലയാളം. വിശദമായി പരിശോധിക്കാം. സനീഷ്, ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒന്നാമത്തെ അതിജീവിത എത്തിക്കുന്നതിന് മുൻപേ ഈ പരാതി ചെന്നിരുന്നു എന്നുള്ളതാണ് പുറത്തു വന്ന വിവരങ്ങൾ. വൈകലുണ്ടായോ ഇക്കാര്യത്തിൽ? നിശ്ചയമായിട്ടും ഇപ്പോൾ വരുന്ന വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ ഉണ്ടാകാൻ പാടില്ലാത്തൊരു വൈകൽ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് തന്നെ വേണമല്ലോ മനസ്സിലാക്കാൻ. നമ്മളിപ്പോൾ ഈ കേസിലെ പരാതിയുടെ ഗൗരവത്തെക്കുറിച്ച് എന്താണ് എന്ന് നമുക്ക് ആ തരത്തിൽ വിശദാംശമായിട്ട് അറിയില്ല. ഇപ്പോൾ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൻ്റെ കാര്യമാണെങ്കിൽ പരാതിയും ഓഡിയോ സംഭാഷണങ്ങളും അതിനകത്ത് എന്താണ് അവരുടെ ആക്ഷേപമെന്നും ഈ 2 കേസുകളിലും നമുക്കറിയാം. രണ്ടിലും വിശദമായിട്ടറിയാം. ഒന്നാമത്തേത് നമ്മൾ ഓഡിയോ കേട്ട് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമുക്കറിയാം. രണ്ടാമത്തേതിലാണെങ്കിൽ നമ്മൾക്ക് കൂടെ KPC പ്രസിഡന്റ് അയച്ച മെയിൽ നമ്മൾക്ക് കൂടെ മാധ്യമങ്ങൾക്ക് കൂടെ വന്നതാണ്. അപ്പോൾ അതിനകത്ത് നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഗൗരവം, സംഭവത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഇതുപോലെ ആ സംഭവത്തെ പോലെ പൂർണ്ണമായിട്ട് നമുക്ക് ഇതിനകം വ്യക്തമായിട്ടില്ല. കാരണം പോലീസ് രേഖകളാണെങ്കിൽ തന്നെയും പുറത്തു വന്നില്ല. പക്ഷേ ഇത് വൈകിയിട്ടുണ്ട് എന്ന കാര്യം നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അത് പോലീസും ഭംഗ്യന്തരാണ് എന്ന് വെച്ചാൽ ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ സമ്മതിക്കുന്നുണ്ട്. അതിന് അവർ പറയുന്ന കാരണം തെരഞ്ഞെടുപ്പിലെ നടപടിക്രമങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരല്പം വൈകി എന്നതാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു സിനിമാ സംവിധായിക, ഒരു മുതിർന്ന ആൾ നേരിട്ട് നൽകിയൊരു പരാതി ഇതുപോലെ ഒരു സംഭവത്തിൽ, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാരിൻ്റെ ഒരു പരിപാടിയുടെ ആ വെന്യൂവിലാണ്, എന്ന് വെച്ചാൽ സർക്കാർ പ്രിമിസസിലാണ് ഈ സംഭവം നടക്കുന്നത്. അത് മുഖ്യമന്ത്രിക്ക് തന്നെയും നേരിട്ട് പരാതി കൊടുക്കുന്നു. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് പരാതി കൊടുക്കുന്നത്? ഗൗരവം കൂടുതലുള്ളതുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒന്ന് സർക്കാരിൻ്റെ കൈവശം, ഇതൊരു പ്രൈവറ്റ് സംഗതി എന്ന നിലയിൽ നിന്ന് മാറുന്നത് IFFKയുടെ സിനിമകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ എടുത്തു കൊടുത്ത ഹോട്ടൽ മുറിക്കകത്ത് വെച്ച് ഞാൻ ഉപദ്രവിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സർക്കാർ ക്ഷണിതാവായിട്ട് ക്ഷണിച്ചിട്ട് വിളിച്ചുകൊണ്ടുവന്ന ഒരു വനിതാ സംവിധായിക മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി കൊടുത്താൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടുത്ത സെക്കൻഡിൽ ആ പരാതി പോലീസിലേക്ക് കൈമാറണം. അടുത്ത സെക്കൻഡിൽ പോലീസ് ആ നടപടികളിലേക്ക് കടക്കണം. ഏത് പരാതിയാണെങ്കിലും അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഒരു അധിക സംഗതിയുണ്ട്. അതുണ്ടായില്ല എന്നാണ് നമ്മൾ അറിയുന്നത്. നവംബർ 27-ന് മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടി. ഡിസംബർ 2-ാം തീയതി മാത്രമാണ് പോലീസ് കമ്മീഷണർ കന്റോൺമെൻറ്റ് പോലീസിന് പരാതി കൈമാറുന്നത്. പോലീസ് കേസെടുക്കുന്നത് 8-ാം തീയതിയാണത്രേ. ഇതുവരെ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ചാണ് ഞാനിത് പറയുന്നത്. സബ്ജക്ട് ടു കറക്ഷൻ. നാളെ ഇത് തെറ്റാണെന്ന് വന്നാൽ തിരുത്താൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇതാണ് ശരിയെങ്കിൽ ഇത് വളരെ വലിയ വൈകലാണ്. അതിൻ്റെ ഗൗരവത്തെ വേണ്ട രീതിയിൽ പരിഗണിക്കാതെയുള്ള നടപടിയാണ്. അത് നിശ്ചയമായിട്ടും സർക്കാർ സംവിധാനങ്ങളും പോലീസും മറുപടി പറയേണ്ടുന്ന കാര്യമാണ്. ഇതിനകത്ത് ഗൗരവതരമായിട്ടുള്ള പരാതിയാണ് വന്നിരിക്കുന്നത്. വളരെ സാംസ്കാരികമായിട്ടൊക്കെ വളരെ കാലം കേരളത്തിൽ പരിചയമുള്ള ആളാണ്. പക്ഷേ ഇങ്ങനെ അങ്ങേയറ്റം കുറ്റകരമായിട്ടൊരു കാര്യം ചെയ്തിരിക്കുന്നു. നമ്മൾ ഈ കുറ്റത്തിന് മേൽ ഉണ്ടായിരിക്കുന്ന അലസതയെയും നിശ്ചയമായിട്ടും എതിർക്കേണ്ടതുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതെന്തുകൊണ്ടെന്നാൽ അതൊരു അധിക ബാധ്യതയാകുന്നത്, ഞാൻ പറയുന്നത് നമ്മുടെ മാധ്യമങ്ങൾക്ക് മാത്രമല്ല സമൂഹത്തിൻ്റെ ആകെ അധിക ബാധ്യതയാകുന്നത് ഇത്തരത്തിലുള്ള ലൈംഗികമായിട്ട് സ്ത്രീകളെ ഉപദ്രവിക്കുക, അവരുടെ അന്തസ്സിനെ ഹനിക്കുക എന്ന കാര്യങ്ങൾ ആവർത്തിച്ച് ചർച്ചയാകുന്ന ഒന്നിലേറെ കേസുകൾ നമ്മുടെ കേരളത്തിൽ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇപ്പോൾ വളർന്നു വരുന്ന പെൺകുട്ടികളടക്കമുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നിശ്ചയമായിട്ടും വരേണ്ടുന്ന പെൺകുട്ടികൾക്ക് ധൈര്യം കൊടുക്കുന്ന കാര്യങ്ങളാണ് എല്ലാ ഭാഗത്തും ഉണ്ടാകേണ്ടത്. പൊതുസമൂഹ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാകേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ മാധ്യമങ്ങൾ ഇത്തരം കേസുകളിൽ ആഞ്ഞ് ഉറക്കെ ഈ കാര്യങ്ങൾ പറയുന്നതിൻ്റെ കാര്യം എന്താണ്? എല്ലാ മാധ്യമങ്ങളും
പൊതുസമൂഹ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുള്ളത് കൊണ്ടാണ്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസും പോലീസും പാലിച്ചോ എന്ന് അവർ പരിശോധിക്കട്ടെ. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ വെച്ചാണെങ്കിൽ അവരത് പാലിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നു. ഉറപ്പായും അവസാനിപ്പിക്കാം. മലയാള സമാന്തര ചലച്ചിത്ര രംഗത്തെ ശ്രദ്ധേയനായ സംവിധായകനും നിർമ്മാതാവും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകനുമാണ് പി ടി കുഞ്ഞുമുഹമ്മദ്. ദേശീയ സംസ്ഥാന പുരസ്കാരം നേടിയ ചിത്രങ്ങളടക്കം അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. ഗുരുവായൂരിൽ നിന്ന് ഒന്നിലേറെ തവണ ഇടതുപക്ഷത്തിന്റെ ടിക്കറ്റിൽ നിയമസഭയിൽ എത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. മറ്റൊരു കോണ്ടെക്സിലാണെങ്കിലും മുമ്പ് പറഞ്ഞ ബൈബിൾ വചനം ആവർത്തിക്കട്ടെ: ഒരുവൻ എല്ലാം നേടിയിട്ടും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എന്താണ് പ്രയോജനം? സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവർ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ടവർ തന്നെയാണ്. ലോകമറിയുന്ന ഒരു ചലച്ചിത്രമേളയുടെ ഒരുക്കങ്ങൾക്കിടയിലാണ് ഈ ലൈംഗിക കയ്യേറ്റ ആരോപണം ഉയർന്നത് എന്നുള്ളത് കേരളത്തിന്റെ അന്തസ്സിനെ രാജ്യാന്തര തലത്തിൽ തന്നെ ഇടിക്കുന്നതുമാണ്. കയ്യേറ്റത്തിന്റെ തെളിവുകൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം. ഒരു ദാക്ഷിണ്യവും ഭരണത്തിന്റെ തണലില്ലാത്ത ആനുകൂല്യവും ഇല്ലാത്ത നടപടികൾ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ ഉണ്ടാകണമെന്ന് RDX ആവശ്യപ്പെടുന്നു. ഇതുവരെ എന്തെങ്കിലും തരത്തിലുള്ള സോഫ്റ്റ് കോർണർ അയാൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും മാറ്റണമെന്ന് RDX ആവശ്യപ്പെടുന്നു, പൊതുസമൂഹം ആവശ്യപ്പെടുന്നു.